ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നിവിടെ നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള എഗ് പഫ്സ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിത് എഗ് പഫ്സ് ഒക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. കാരണം ഇതിന് നമ്മൾ മാവ് ഒരുപാട് നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പഫ് ഷീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ നോമ്പ് കാലത്ത് സാധാരണ നമ്മുടെ കിച്ചണിലുള്ള സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി എഗ് പഫ്സാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാള കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഏത് മെത്തേഡിലും എഗ്ഗ് മസാല തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മെത്തേഡിലും വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും പഫ്സിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് 1 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും ഉള്ളിയും പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അങ്ങ് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴന്ന് വരും. അപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഡാർക്ക് കളറിലുള്ള കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ഡാർക്ക് കളറിലുള്ള മസാലക്കൂട്ട് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന എഗ് പഫ്സിന് നല്ല ഡാർക്ക് കളറാണല്ലോ ഉള്ളത്. അപ്പോൾ അതുപോലത്തെ നല്ല ഡാർക്ക് കളറിലുള്ള മസാലക്കൂട്ട് നമുക്ക് കിട്ടും. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. മാത്രമല്ല ഈ ഒരു മസാലക്കൂട്ട് വെച്ചിട്ട് ഞാൻ 10 എഗ് പഫ്സാണ് തയ്യാറാക്കുന്നത്. 5 എഗ്ഗ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു സമൂസ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് ഇതുപോലെ മൈദ ഗം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ക്രോസായിട്ട് രണ്ടാമതൊരു സമൂസ ഷീറ്റും കൂടി ഇതുപോലെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, മൈദ ഗം വെച്ച് ഒട്ടിക്കുന്ന സ്റ്റെപ്പ്. അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ എഗ്ഗ് മസാലയും എഗ്ഗും കൂടിയും വെച്ച് കൊടുത്തിട്ട് ഇതാ 3 ആ ഒരു സൈഡ്സിലായിട്ട് ഞാൻ നന്നായിട്ട് ഗം വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഗം വെച്ച് ഒട്ടിക്കൽ നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ അങ്ങ് പോകും. ഓയിൽ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാനൊന്നും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. മാത്രമല്ല എഗ്ഗ് ഒട്ടും തന്നെ പുറത്തേക്ക് കാണാത്ത വിധത്തിൽ വേണം നമ്മളിത് കവർ ചെയ്തെടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുങ്ങി പൊന്തി കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് അങ്ങ് മേലെക്കൂടെ ഒന്ന് ഓയിലൊന്ന് തിളച്ചത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ സാധാരണ സമൂസൊക്കെ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സമൂസ ചെയ്യുന്ന പോലെ നന്നായിട്ട് ചൂടായ ഓയിൽ ഇട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എഗ്ഗൊക്കെ നന്നായിട്ട് പുറത്തേക്ക് കാണാത്ത വിധത്തിൽ കവർ ചെയ്തെടുക്കുക. അങ്ങനെ കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഒട്ടും തന്നെ ഓയിൽ കയറാത്ത വിധത്തിൽ നമ്മൾ ഗ്യാപ്പൊക്കെ അടച്ചെടുക്കുക. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇത് ഓയിലി ആയി പോകും. അപ്പോൾ ഈ 2 കാര്യം മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള എഗ് പഫ്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ എഗ് പഫ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.